ഓൺ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ 8ാം ക്ലാസ്സിന്റെ ആദ്യത്തെ യൂണിറ്റ് നന്നായിട്ട് പഠിച്ചു. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 മാർക്കിന് ചോദ്യം വരും. എന്താണ് ചോദ്യം എന്നല്ലേ? ഷഹൻഷാ അക്ബർ കോ കോൺ സിഖായേഗ എന്ന പാഠത്തിലെ ആ കഥയെ നമ്മൾ ഏകാംഗിയാക്കി മാറ്റി എഴുതാൻ ഒരു ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെയാ എഴുതുക? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെയാണ്? കഹാനി കോ ഏകാംഗി കെ രൂപ മേ ബദൽ കർ ലിഖേ. കഥയെ ഏകാംഗിയാക്കി മാറ്റി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകാംഗി എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ആക്ട് പ്ലേ ആണല്ലേ, നമ്മൾ അഭിനയിച്ച് കാണിക്കുകയാണ്. അപ്പോൾ നോക്കാം, നമ്മൾ ശരിക്കും ഒരു ഏകാംഗി എഴുതുന്ന സമയത്ത്, ഏകാംഗി അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏകാംഗിയിൽ എന്തൊക്കെ വേണം? നിർബന്ധമായും വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? പാത്രം, കഥാപാത്രങ്ങൾ അല്ലേ, വേഷഭൂഷ. എന്താണ് വേഷഭൂഷ? അവരുടെ ഡ്രസ്സിങ്. അപ്പം ഓരോ കഥാപാത്രത്തിനനുസരിച്ചുള്ള ഓരോ ഡ്രസ്സിങ്ങും വേണം. കഥോപകഥൻ, എന്താണ്? ഒരു തീം വേണം. എന്താണ് അടുത്തത്? രംഗമഞ്ച്, എന്താ? സ്റ്റേജും വേണം. അപ്പോൾ പാത്ര, വേഷഭൂഷ, കഥോപകഥൻ, രംഗമഞ്ച്, ഈ 4 പോയിന്റുകളും ഒരു ഏകാംഗിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണം. ഇനി എങ്ങനെയാണ് ഏകാംഗി എഴുതുക? ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഏകാംഗിക്ക് ഒരു പേരൊക്കെ വേണം അല്ലേ? നമ്മുടെ പേരെന്താണ്? കഥയുടെ അതേ പേര് തന്നെയാണ്. ഷഹൻഷാ അക്ബർ കോ കോൺ സിഖായേഗ. ഷഹൻഷാ അക്ബറിനെ ആര് പഠിപ്പിക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. ഇനി നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? പാത്രം അല്ലേ. പാത്രം എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നറിയോ? കഥാപാത്രങ്ങളുടെ പേര് 1 by 1 ആയിട്ട് എഴുതി കൊടുക്കുക. അതിൻ്റെ നേരെ ഇപ്പോൾ ഷഹൻഷാ അക്ബർ ആണെങ്കിൽ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കൂ. ആയു 45 സാൽ രാജകീയ പേശാക്. എന്താണ് ആയു? വയസ്സ്. സാൽ എന്താണ്? വർഷം. അതായത് അവരുടെ അക്ബറിന്റെ വയസ്സ് എത്രയാണ്? 45 വയസ്സ് നമ്മുടെ വെറുതെ കൊടുത്തതാണ്. രാജകീയ പേശാക്. എന്താണ് രാജകീയ പേശാക്ക്? അതായത് രാജകീയമായിട്ടുള്ള വസ്ത്രമാണ് ആര് ധരിച്ചത്? നമ്മുടെ രാജാവ് അക്ബർ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാനിവിടെ ബീർബലിൻ്റെയും വിദ്വാൻ ലോകിൻ്റെയും കിസാനിൻ്റെയും ലിപിക്കിൻ്റെയും മഹിളയുടെയും എല്ലാവരുടെയും എന്താണ്? വേഷഭൂഷ എഴുതിയിട്ടുണ്ട്. ഏത് സന്ദർഭത്തിലാണ് ആരൊക്കെയാണുള്ളത് നോക്കുക. ആ ആളുകളുടെ ഒക്കെ എന്ത് എഴുതുക? വയസ്സും അതുപോലെ തന്നെ അവരുടെ വസ്ത്രധാരണവും നമ്മളിവിടെ എഴുതി കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ എന്തു ചെയ്യണം? ഓരോ ദൃശ്യങ്ങളായിട്ടും തിരിക്കണം. അതായത് ഓരോ കഥ നടക്കുന്നതും ഓരോ സ്ഥലത്ത് വെച്ചാണ് അല്ലെ. ആദ്യം ഇവിടെ കൊട്ടാരത്തില് വിദ്വാൻമാരെ കാണുകയാണല്ലേ, ചർച്ചയിൽ മുഴുകി നിൽക്കുന്ന വിദ്വാൻമാരെ ആര് കാണുകയാണ്? അക്ബറും ബീർബലും കാണുകയാണ്. അതായിരുന്നു ആദ്യത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെ എന്തായിരുന്നു? ബൂഢി മഹിളയായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ ഒക്കെ ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്കിവിടെ പെഹലാ ദൃശ്യ, ദൂസരാ ദൃശ്യ, തീസരാ ദൃശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ദൃശ്യങ്ങളായിട്ട് മാറ്റി വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യത്തെ സീനിൽ പെഹലാ ദൃശ്യം എന്താണ് സംഭവിക്കുന്നത് എന്ന് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ എങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്? ബാദ്ഷാ അക്ബർ കാ ദർബാർ, രാജാവിന്റെ സദസ്സ്. സബേരെ 9 ബജെ, രാവിലെ 9 മണി അല്ലേ. ബാദ്ഷാ അക്ബർ और बीरबल चर्चा में लगे विद्वानों को देख रहे हैं. രാജാവും മന്ത്രിയും കൂടെ എന്താണ് കാണുന്നത്? ചർച്ചയിൽ, ഗംഭീരമായ ചർച്ചയിൽ മുഴുകി നിൽക്കുന്ന വിദ്വാൻ ലോകിനെ കാണുകയാണ്. ദോനോം രാജകീയ പേശാക് മേ ഹെ, രണ്ടുപേരും എന്താണ്? രാജകീയമായ വസ്ത്രങ്ങളിലൊക്കെയാണ് ഇത് കാണുന്നത്. ഓക്കെ. അക്ബർ, ബീർബൽ മേ ബഹുത് ചതുർ നഹീ ഹൂം. ബീർബൽ, ഞാൻ എന്താണ്? ഞാൻ അത്ര വലിയ ബുദ്ധിശാലിയൊന്നും അല്ല. ചതുർ എന്താണ്? ബുദ്ധിശാലി. ഞാൻ അത്ര വലിയ ബുദ്ധിശാലിയൊന്നും അല്ല. ബഹുസി ऐसी चीजें हैं जिनके बारे में मैं नहीं जानता. ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, അതിനൊക്കെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. मैं हर चीज को सीखना चाहता हूँ. എനിക്ക് എല്ലാത്തിനെ കുറിച്ചും അറിയണം. कल से मेरी पढ़ाई शुरू हो. നാളെ തന്നെ എൻ്റെ പഠനം തുടങ്ങാം. इसका इंतजाम करो. അതിനു വേണ്ടിയിട്ടുള്ള इंतजाम, തയ്യാറെടുപ്പ്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യൂ എന്ന് അക്ബർ പറയുകയാണ്. അപ്പൊ ഇവിടെ അക്ബറായിട്ട് രാജാവ് അഭിനയിക്കണം കേട്ടോ. ആ സമയത്ത് ബീർബൽ എന്താണ് പറയുന്നത്? മന്ത്രിയും രാജാവുമാണ് അന്ന് സ്റ്റേജിലുള്ളത്. എന്താണ് ബീർബൽ? ജഹാപ്ന ജൈസേ ആപ്കാ ഹുക്മ, താങ്കളുടെ ഉത്തരവ് പോലെ എന്ന് പറയുന്നു. പർദാ ജോഡ്താ ഹെ. ആദ്യത്തെ ആ സീൻ അവിടെ കഴിയാണ്, കർട്ടൻ വീഴുകയാണ്. പർദാ ജോഡ്താ ഹെ എന്താണ്? കർട്ടൻ വീഴുകയാണ്. നോക്കൂ, ദൂസരാ ദൃശ്യം, രണ്ടാമത്തെ ദൃശ്യം. अगली सुबह बादशाह अकबर दरबार में प्रवेश करते हैं. അടുത്ത ദിവസം രാവിലെ എന്താണ്? അക്ബർ ദർബാറിലേക്ക് പ്രവേശിക്കുകയാണ്. സാത് ബീർബൽ ബി ഹെ,
കൂടെ ആരും ഉണ്ട്? നമ്മുടെ ബീർബലും ഉണ്ട് അല്ലേ? അക്ബർ കാ ദർബാർ ബच्चे बुजुर्ग गृहिणियां धोबिने किसान कचरा बीनने वाला ദുകാൻദാർ ഓർ ലിപിക് തെ. അപ്പോ കൊട്ടാരം കുറേ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആരൊക്കെയാണുള്ളത്? ഇത് സിറ്റുവേഷൻ ആണ് അവിടെ പറയുന്നത്. ആരൊക്കെയാണുള്ളത്? ബുജുർഗ്, മുതിർന്നവരുണ്ട്, കുട്ടികളുണ്ട്, വീട്ടമ്മമാരുണ്ട്, അലക്കുകാരുണ്ട്, കർഷകരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലേ? और भी न जाने कितनी तरह के लोग थे. അറിയില്ല എത്ര തരത്തിലുള്ള ആളുകൾ ഉണ്ടെന്ന് കണക്ക് കൂട്ടാൻ പോലും പറ്റുന്നില്ല. ബീർബൽ ദർവാസെ पर खड़े. ബീർബൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ദർബാർ की भारी भीड़ को देखकर. അപ്പൊ ഈ ഒരു കൂട്ടത്തെ കണ്ടിട്ട് ബാദുഷാ ക്രോധിത് ഹോ ജാത്തെ ഹെ. അപ്പൊ ദേഷ്യം വരാണ് ആർക്ക്? നമ്മുടെ അക്ബർ രാജാവിന്. ആ സമയത്തെ കോൺവെർസേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. അക്ബർ, ബീർബൽ ഇൻ സബ് കാ ക്യാ മത്ലബ് ഹെ? ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? അബ് ജവാബ് ദോ. ഇപ്പൊ നീ ഉത്തരം പറ. അക്ബർ, इसके लिए देश की आधी जनता से ताजमहल में क्यों भरा दिया? ഇതിനു വേണ്ടിയിട്ട് എന്താണ് ഇത്രയും ആളുകളെയൊക്കെ ഈ രാജ്മഹലിൽ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണെന്ന് അക്ബർ രാജാവ് കൂടെ ചോദിക്കുകയാണ്. ബീർബൽ, ഹുസൂർ ആപ്നെ ഹി കൽ ബതായാ ഥാ കുച്ച് സീഖ്നാ ഹൈ. നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ പഠിക്കണമെന്ന്? ബീർബൽ, शांत भाव से, माफी चाहता हूँ जहापना, मैंने तो बस आपके आदेशों का पालन किया है. എന്നോട് ക്ഷമിക്കണം രാജാവേ, ഞാൻ നിങ്ങളുടെ ഉപദേശം അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശം പാലിച്ചെന്നു മാത്രം. നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞത് പഠിക്കണമെന്ന്, അപ്പം അതുകൊണ്ട് ഞാൻ തയ്യാറാക്കിയതാണ് ഇവരെ, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മാപ്പ് പറയുന്ന ദൃശ്യമാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുസ്താഖി മാഫ് ഹോ पर क्या जहापना रेत में घंटों गेलकर अपना मनोरंजन करना चाहते हैं? അപ്പൊ ചോദിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം, പക്ഷെ രാജാവേ ഈ മണലിൽ ഒരുപാട് മണിക്കൂറുകളോളം കളിച്ചിട്ട് നിങ്ങൾക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കുമോ? അപ്പൊ അക്ബർ പറയാ, നെഹി पर इससे क्या? പക്ഷെ അതിനെന്താണ്, അതുകൊണ്ട് എന്താണ്? ബീർബൽ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, क्या आप किसी गरीब आदमी की आमदनी में घर चला सकते हैं? ഇനി നിങ്ങൾക്ക് എന്താണ് ഒരു സാധാരണ ജനത്തിന്റെ ഒരു സാധാരണക്കാരന്റെ വേതനം കൊണ്ട്, ആംദനി എന്താണ്? വേതനം. ഒരു സാധാരണക്കാരന്റെ വേതനം കൊണ്ട് വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? क्या आप जानते हैं कि कपड़ों से दाग कैसे हटाया जाता है? ഇനി നിങ്ങൾക്കറിയാമോ കപ്പടോം സേ, അതായത് നമ്മുടെ വസ്ത്രങ്ങളിൽ നിന്ന് ദാഗ് എന്താണ്? കറ അല്ലേ? കറ എങ്ങനെ മാറ്റാമെന്ന് നിങ്ങൾക്കറിയാമോ? അക്ബർ, നെഹി എനിക്കറിയില്ല. ബീർബൽ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ക്യാ ആപ് ജാൻതേ ഹേ കി ബുവായി കബ് ഹോത്തി ഹേ? നിങ്ങൾക്കറിയാമോ എപ്പോ ബുവായി എപ്പോൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കും. ഫസൽ കോ പാനി കബ് ദേനാ ഹേ? നിങ്ങൾക്കറിയാമോ ഫസൽ കോ പാനി കബ് ദേനാ ഹേ? എപ്പോഴാണ് നമ്മുടെ വിളവിന് വെള്ളം ഒഴിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമോ? യാ കച്ചറേ സേ ഉപയോഗി ചീസോം കോ കേസേ ചാണ്ടനാ ഹേ? വേസ്റ്റിൽ നിന്ന് ഉപയോഗിക്കാവുന്ന സാധനങ്ങളെ എങ്ങനെ ചാണ്ടന തിരഞ്ഞെടുക്കുക, എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നിങ്ങൾക്ക് അറിയുമോ? യാ കഹാ ഹരേ ഭരേ ചരാഗാ ഹേ? ഇനി നിങ്ങൾക്കറിയുമോ എവിടെയാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ മേച്ചിൽപ്പുറങ്ങൾ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ഹമാരി ഫസലോം കോ ബഡിയാ ദാം കഹാ മിലേഗാ? നമ്മളുടെ ഈ ഒരു വിളവിന് ഏറ്റവും വലിയ തുക, ഏറ്റവും വലിയ വില എവിടെ കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമോ? യാ കിസി ശബ്ദ കോ ഇത്തനി ഖൂബ്സൂരതി സേ കേസേ ലിഖേങ്കി വ ചിത്ര ജൈസാ ലഗേ? ഇനി നിങ്ങൾക്കറിയാമോ എന്ത്? നമ്മളെ വാക്കുകളെ ഒരു ചിത്രം പോലെ എഴുതാൻ, നല്ല ഭംഗിയുള്ള ചിത്രം പോലെ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അക്ബർ, നെഹി നെഹി, ഇല്ല ഇല്ല. ബീർബൽ, ജബ് തക് ജഹാപനാ इस दरबार में मौजूद हर व्यक्ति में कोई ना कोई हुनर है. ഈ ഒരു ദർബാറിൽ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിക്കും എന്തുണ്ട്? ഒരു പ്രത്യേക തരത്തിലുള്ള കഴിവുണ്ട്. तो सभी शिक्षक भी है और विद्यार्थी भी है. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്ത്? എല്ലാവരും ശിക്ഷകരും അതുപോലെ വിദ്യാർത്ഥികളുമാണെന്ന്. അക്ബർ, തബ് തോ തും ഭി ഏക് വിദ്യാർത്ഥി ഹോ ബീർബൽ? അപ്പൊ നിങ്ങളും ഒരു വിദ്യാർത്ഥിയാണോ ബീർബൽ? हा हा हा, मैं तो सोचता था कि तुम्हें कोई कुछ नहीं सिखा सकता. ഞാൻ വിചാരിച്ചത് എന്താണ്? നിങ്ങളെ ആർക്കും ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് അക്ബർ രാജാവ് പറയാണ്. ബീർബൽ,
ബാത് ഇസേ ഉലറ്റ് ഹൈ ജഹാപന. കാര്യം നേരെ തിരിച്ചാണ് രാജാവേ. മേ തോ ഹമേശാ ഹി സീഖ്താ ഹൂം. ഞാനും എന്താണ് എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് ബീർബൽ ഉത്തരം പറയുന്നുണ്ട്. അപ്പൊ ആ ദൃശ്യം അവിടെ കഴിയാണ്. ഇനി തീസരാ ദൃശ്യം. ബീർബൽ ബീഡ് കി ഓർ ജാതാ ഹെ. ബീർബൽ എന്താണ് ആ ഒരു ആൾക്കൂട്ടത്തിന് നേരെ തിരിയാണ്. ബീഡ് കെ ബീച്ച് സേ എക് ബൂഢി മഹിളാ കാ ഹാത്ത് ദാം കർ ധീരെ സേ അക്ബർ കെ സാമനെ ആത്തി. അപ്പോൾ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയുടെ ഹാത്ത് ദാമുകർ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണല്ലേ അക്ബറിന്റെ അടുത്തേക്ക്. ബീർബൽ, ഹുസൂർ യെ മേരെ പെഹലെ ഓർ ശ്രേഷ്ഠ ഗുരുവോ മേം സേ ഏക് ഹൈ. ഇവരെൻ്റെ ആദ്യത്തെയും അതുപോലെ തന്നെ ശ്രേഷ്ഠ ഗുരുക്കന്മാരിൽ ഒരാളാണ്. ബുഢി മഹിള ഷഹാൻഷാ കോ സലാം കർത്തി ഹെ. ബുഢി മഹിള, हुजूर बुद्धिमान व्यक्ति जानते हैं कि सब कुछ सीख जाना संभव नहीं है, लेकिन सबको यह सीखना चाहिए कि अच्छा इंसान कैसे बन जा सकते हैं. പക്ഷേ എന്താണ് ഇവിടെ പറയുന്നത്? അവിടെ ബുഢി മഹിള പറഞ്ഞു കൊടുക്കുകയാണ്, ബുദ്ധിമാന്മാർക്ക് അറിയാം എന്ത് എല്ലാത്തിനെ കുറിച്ചും പഠിക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല. പക്ഷേ എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? അതായത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനായി ജീവിക്കേണ്ടത് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. തബ് അക്ബർ ബൂഢി മഹിള കെ സാമനെ അദബ് സേ ജുക്തേ ഹുയേ ബീർബൽ സേ. അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തത് കൊണ്ട് രാജാവിന്റെ കണ്ണു തുറന്നതുപോലെയായി. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? ഈ സ്ത്രീയെ ബൂഢി മഹിളയെ ഇങ്ങനെ വണങ്ങിക്കൊണ്ട് പറയാണ്, അക്ബർ തും സച്ച് മേ ഭാഗ്യശാലി ഹോ. നീ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു ഭാഗ്യശാലിയാണ്. ജോ തുമേ ഇത്തനി സമജ്ദാർ ഗുരു മില്ലി. നിനക്ക് ഇത്രത്തോളം മനസ്സിലാക്കാവുന്ന ഒരു കാര്യങ്ങൾ അറിയുന്ന ഒരു ഗുരുവിനെ കിട്ടിയില്ലേ. ബീർബൽ, ധന്യവാദ് ജഹാപ്ന. നന്ദി. ദോനോം അക്ബർ കോ സലാം കർക്കെ വിടാ ലേത്തെ ഹെ. അങ്ങനെ ആ ബൂഢി മഹിളയും ബീർബലും കൂടെ അക്ബർ രാജാവിനെ വന്ദിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. അപ്പൊ ഇതോടുകൂടി ഈ ഒരു ഏകാംഗി അവസാനിച്ചു. പക്ഷെ ഏകാംഗിയുടെ അവസാനത്തിൽ എന്ത് വേണം? ഒരു സന്ദേശം കൊടുക്കണ്ടേ? ആ സന്ദേശം എങ്ങനെയാണ്? ജ്ഞാനാർജൻ जन्म से लेकर मृत्यु तक चलने वाली प्रक्रिया है. हर व्यक्ति में कोई ना कोई हुनर है. അതായത് ജ്ഞാനാർജൻ ജന്മം മുതൽ മരണം വരെ നടക്കുന്ന ഒരു നിരന്തരമായ പ്രക്രിയയാണ്. അത് എന്താണ്? ഓരോ വ്യക്തിയിലും ഓരോ തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. ഇതും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഏകാംഗി, ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ഏകാംഗി അവസാനിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 4 മാർക്കാണ് ഈ ചോദ്യം ചോദിക്കുക. അപ്പൊ എന്താണ് ഈ ഉത്തരം? കൺഫ്യൂഷൻ വരില്ലല്ലോ. അപ്പൊ എല്ലാവരും സെറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.